ഇന്നൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നല്ല കുറുകിയ ചാറോട് കൂടി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലൊരു മീൻകറി. ആദ്യം നമുക്ക് കുറച്ച് കുടംപുളി എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം. പുളി ഇതുപോലെ നമ്മൾ കുതിർത്തിട്ട് കറിയിലിടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുളിയൊക്കെ ഇറങ്ങി കറിക്ക് പെട്ടെന്ന് പുളിയൊക്കെ പിടിക്കും. പുളി നന്നായി കഴുകി ഞാൻ വെള്ളം ഒഴിച്ചൊരു സൈഡിലേക്ക് വെച്ചു. ഇനി മീൻ, ഇന്നത്തെ മീൻ ഇത് ഇവിടെയൊക്കെ കിളിമീൻ എന്ന് പറയും, അതുപോലെ തന്നെ മതിമാള് മീൻ എന്ന് പറയും. മംഗലാപുരത്തൊക്കെ ഇതിന് മതിമാളെന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താ ഈ മീനിനെ പറയുന്നതിനൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം മീനിനൊക്കെ നല്ല വിലക്കുറവാണല്ലോ. 1 കിലോ മീൻ ഇതിനിവിടെ ഇന്നിപ്പം 150 രൂപയായിരുന്നു. മീനൊക്കെ ക്ലീൻ ചെയ്ത് മീനിൽ ചെറുതായിട്ട് കട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനൊരു ചെറിയ അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി. ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അധികം ഒരു 3-4 കുരുമുളക്, ഒരു കുറച്ച് ഉലുവ, പിന്നെ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന കഷ്ണം ഇഞ്ചി, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത്, പിന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ ലൈറ്റായിട്ടൊന്ന് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക്, ഞാനിപ്പോൾ വറ്റൽ മുളക് ഒരു 6 മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുളകൊക്കെ കൂട്ടി അരയ്ക്കുമ്പോൾ കറിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇനി നമ്മൾ ഒരു തക്കാളി അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വറുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഇച്ചിരി തേങ്ങ, അധികമല്ല, ഒരു കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒന്ന് മൂടി വെച്ചൊരു നന്നായിട്ട് വെന്ത് വഴന്ന് കഴിയുമ്പം ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അരച്ച് ഫൈനായിട്ട് പേസ്റ്റാക്കി വെക്കുക. ഇനി ഒരു ചട്ടി ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്, അതുപോലെ തന്നെ കുറച്ച് ഉലുവായും ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് വഴറ്റി ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. ഇത് കണ്ട് ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അധിക വെള്ളമല്ല, ഒരു കുറുകിയ കറിയാണ്. ഇപ്പം നമ്മൾ കുടംപുളി ആദ്യം തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അരപ്പൊന്ന് മൂടി വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മീനൊക്കെ ഒന്ന് ആ ചാറിലേക്ക് ഒന്ന് മുങ്ങി വരുന്ന പോലെ ഇതുപോലെ ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് മീൻകറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ റെഡിയായി. ഇനി ഒരു ചെറിയ ടിപ്പ് കൂടെയുണ്ട്. നല്ല ഫ്രഷ് കരിവേപ്പില തണ്ടോടുകൂടി നമ്മുടെ കറി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കറിയുടെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് മൂടി വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ എടുത്താൽ നല്ല അടിപൊളി മീൻകറി